നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നബിയെ, സത്യനിഷേധികൾ അവർ കണ്ണുകൊണ്ട് തങ്ങളെ വീത്താൻ അടുത്താകും. അങ്ങനെ വീത്തലുണ്ടോ? ഉണ്ട്. അതിനാണ് കണ്ണീർ എന്ന് പറയുന്നത്. കണ്ണോട് നോക്കിയിട്ട് അടച്ചോനായ റബ്ബേ, ആ നോട്ടം കണ്ട മനുഷ്യനൊക്കെ പോയി പോകും. കണ്ണുകൊണ്ട് തങ്ങളവർ വീത്താൻ അടുത്താകും, പക്ഷേ തങ്ങളെ വീത്താൻ അവർക്ക് കഴിയില്ല. തങ്ങൾക്ക് അല്ലാഹു കാവൽ തന്നിട്ടുണ്ട്, ഇസ്മത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണേറിൽ പ്രസിദ്ധിയാർജിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അത് കറാമത്തല്ല കേട്ടോ. കണ്ണേറിൽ കണ്ണോണ്ട് എറിയും, നാവോണ്ടും എറിയും. ചിലപ്പോ കണ്ണോണ്ട് എറിയും, വലിച്ചിട്ട് ആ വലിണ്ട് വലിച്ചപ്പോത്തിന് മറ്റേതാകെ പീസായിട്ടുണ്ടാവും. ആ തഫ്സീറിലുണ്ട്. നല്ലോണം ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്ന പൂന്തോട്ടം ഇങ്ങോട്ട് കണ്ടപ്പോ പൂന്തോട്ടം ഇങ്ങനെ കണ്ടിട്ട് ഒരാള്, എത്ര കിട്ടൂലേ ഇക്കൊല്ലം, അത് തീരുമ്പോഴേക്ക് മറിഞ്ഞോണ്ട് കൊണ്ടു. ഇത് കറാമത്ത? ഇത് കറാമത്തല്ല. ഇത് കറാം പരിപ്പറിയാ. കറാമത്തല്ല. നല്ല ഒട്ടകത്തെ കണ്ട് ആ ഒട്ടകത്തെ ഇങ്ങനെ നോക്കിയിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബക്കറ്റ് കൊടുത്തിട്ട് 1 കിലോ അതിൻ്റെ ഇറച്ചി വാങ്ങിക്കൊടുത്താൽ. അത് പറഞ്ഞപ്പോഴേക്ക് ഒട്ടകം ചെരിഞ്ഞു, മറ്റയാൾ വന്ന് അറുത്തു. ഒരാൾ ഉപയോഗിക്കുന്ന ഒട്ടക. അതുകൊണ്ട് ആര് കാറ് പോകണ്ടാളും നിങ്ങൾ നല്ല നോട്ടം നോക്കണം കേട്ടോ. നിങ്ങൾ ഓരെ നോക്കിയിട്ട് തള്ളിടാൻ നിൽക്കരുത്. ഈ മൂല്യന്മാർ ഫുള്ള് മൂല്യന്മാരൊക്കെ കാളവണ്ടിയിലാണ് പോകേണ്ടിയെന്നാ ചില ആൾക്കാർ കരുതുന്നത്. ഒരു മോലിന് വണ്ടി, മോലിന് പോയ വണ്ടി എന്ത് ചെയ്യും? മോലിന് പിന്നെ ആ പോത്തും വണ്ടിയിലാണ് പോകേണ്ടി, ഏത് വണ്ടിയിലാണ് പോകേണ്ടി? അല്ല, അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ പോകാൻ പാടില്ല എന്നല്ലേ? പിന്നെ എന്തിനാ ആൾക്കാർ ഇത് നോക്കിയിട്ട് ഇങ്ങനെ അത്ഭുതം? അല്ല, ഓലയ്ക്കൊന്നും വല്ലതും പിരിച്ചെടുത്തിനോ ഇത് വാങ്ങാൻ? ആൾക്കാരെ നോട്ടം കാണുമ്പോൾ തന്നെ മനുഷ്യന് പേടിയായി പോവാണ്. അങ്ങനെ ഒരു നോട്ടം ഉണ്ട്. അതിനുള്ള ചികിത്സയും പറയുന്നുണ്ട്. എല്ലാവരും നല്ല സമാധാനിച്ചിരിക്കും, നല്ലൊരു ചികിത്സ പറയാം ഇൻഷാ അല്ലാഹ്. ഖുർആൻ തന്നെ നമ്മളെ വകല്ല, തഫ്സീർ തന്നെ പറയാം. വയകാദുല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ الذിക്ർ. അവർ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ നബിയെ തങ്ങളെ കണ്ണുകൊണ്ട് വീത്താൻ അവർ അടുത്താകും. കണ്ണ് കാട്ടിയിട്ട് തങ്ങളെ വീത്താൻ അവർ അടുത്താകും. പക്ഷേ തങ്ങളെ വീത്താൻ അവർക്ക് കഴിയൂല. കഴിയാത്തത് കൊണ്ട് പിന്നെ അവർ ദേഷ്യം തീരുന്നുണ്ടോ? വയഖൂലൂന, അവർ പറയും, ഇന്നഹു ലമജ്നൂൻ. പറഞ്ഞിട്ടെങ്കിലും തോൽപ്പിക്കാൻ കരുതിയിട്ട് നോക്കിയിട്ട് വീത്താൻ കഴിയുന്നില്ല. അപ്പൊ അവര് പറയും, ഈ സൂറത്തിന്റെ തുടക്കത്തിലും അതല്ലേ വിഷയം ആരംഭിച്ചത്? വലീദ് ഇബ്നു മുഗീറ പറഞ്ഞ വാക്കല്ലേ നബി അല്ലാഹു തആല റദ്ദ് ചെയ്തത്? മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ. ഒരിക്കലും അല്ലാഹ് അനുഗ്രഹിച്ചിട്ട്, റബ്ബ് അനുഗ്രഹിച്ചിട്ട് തങ്ങൾ മജ്നൂൻ അല്ല. അല്ലേ അല്ല, മജ്നൂൻ ഒരിക്കലും അല്ല. തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അവരിങ്ങനെ പറയും, ഇന്നഹു ലമജ്നൂൻ. അവര് മജ്നൂനാണ്, തങ്ങൾ മജ്നൂനാണെന്ന് അവർ പറയും. ഖുർആൻ ഇങ്ങനെ കേൾക്കുമ്പോ ശത്രുത മൂത്തിട്ട് അവർക്കൊരു ചെരിഞ്ഞ നോട്ടുണ്ട്. അങ്ങനെ തഫ്സീൽ കാണാം. ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോ ശത്രുത അങ്ങോട്ട് മൂത്തിട്ട് ഒരു ചെരിഞ്ഞ നോട്ടം, അങ്ങനെ നോട്ടം, ചെരിഞ്ഞ നോട്ടം. ഒരു മുഅഖിറുൽ ഐൻ, കണ്ണിന്റെ പിൻഭാഗം നോട്ടം, ചെരിഞ്ഞ നോട്ടം. നേർക്കേറെ നോക്കല്ല, ദേഷ്യം മൂത്തിട്ട്. ബനു അസദ് ഗോത്രത്തിൽ കുറെ കണ്ണന്മാരുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. കണ്ണന്മാരെന്ന് പറഞ്ഞാൽ പെരുങ്കണ്ണന്മാര്. അവരെ കണ്ണോണ്ടൊരു നോട്ടം നോക്കിയ അടുത്ത സംഗതി ഫലം വരും. മുമ്പൊരാള് വിമാനം പരീക്ഷണ പറക്കൽ നടത്തുമ്പോഴേ, അല്ലോ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ കൊണ്ടുപോകാൻ പാടില്ല. വിമാനം ഇങ്ങനെ പരീക്ഷണ പറക്കൽ കുറച്ച് താഴ്ന്നിട്ടാണ് നിങ്ങൾ നടത്തുക. അപ്പൊ ഇയാള് പറഞ്ഞു, എന്താ അപ്പൊ അത് കോഴി പറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ വിമാനം താഴേക്ക് വീണു. സഹോദരന്മാരെ, അങ്ങനത്തെ ആൾക്കാർ എവിടെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും നല്ലോണം കാവൽ ചോദിക്കണം. കാരണം ഓലെ പേടി തന്നെ സംഗതി. അവർ ദിനായിട്ട് ഇഹ്റാം കെട്ടിയിരിക്കുകയും ചെയ്യും. ഇനി ആകെ നഷ്ടാവെന്ന് കണ്ടാൽ കഴിവിൻ്റെ പരമാവധി മാറിപ്പോകണം എന്നാ.
അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, അത്ര മൂർച്ച കൊടുക്കരുത് വാക്കുകൾക്കും നാക്കുകൾക്കും കണ്ണിനൊന്നും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു അജബ് കണ്ടാൽ, ഒരാൾക്ക് അള്ളാഹു നൽകിയ ഒരു അത്ഭുതം കണ്ടാൽ നമ്മൾ അയാൾക്ക് വേണ്ടി ഖൈറിന് ദ്വാരക്കാ വേണ്ടത്. എന്താ നമ്മൾ ചൊല്ലേണ്ടത്? ഇൻഷാ അല്ലാഹ് ഞാൻ തഫ്സീർ വായിക്കാം. നിങ്ങൾ നോക്ക്, ബനൂ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരാള്, അവര് ഇതില് പേര് കേട്ട ആൾക്കാരായിരുന്നു, കണ്ണേറ് എറിഞ്ഞു കൊടുക്കണേ. ബനൂ അസദ് ഗോത്രത്തിൽ അവര് കൂട്ടത്തിൽപ്പെട്ട ഒരാള് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഒരു കണ്ണേറ് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ കണ്ണേർ കൊടുക്കാനുള്ള വ്യക്തിക്ക് വേണ്ടി 3 ദിവസം പട്ടിണിയിലായി കഴിയും. പട്ടിണി കിടക്കും, മറ്റേ ആൾക്ക് കൊടുക്കണമല്ലോ. എന്നിട്ട് പിന്നെ അയാളെ അടുത്തേക്ക് ഇങ്ങനെ വെളിവായിട്ട് പറയും, മാ റഅയ്തു അഹ്സന മിൻ ഹാദാ, ഇയാളെപ്പോലെ സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞു തീരുമ്പോഴേക്ക് ഫയതസാഖതു ദാലിക ഷൈ, എന്താണോ പറഞ്ഞ ബിൽഡിങ്ങിനെ പറ്റിയ ബിൽഡിംഗ് കൊണ്ട് വീഴും. ഒരു വ്യക്തിയെ പറ്റിയാണ് അയാൾ വീഴും. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഇനി എടുക്കാണ്ട ജനാസ ഉണ്ടാകും. ബനൂ അസദ് ഗോത്രക്കാരിൽപ്പെട്ട ഈ കണ്ണന്മാരിൽപ്പെട്ട ആള് ഒരു തടിച്ച പശുവിലേക്കോ തടിച്ച ഒട്ടകത്തിലേക്കോ നോക്കിയിട്ട് പിന്നെ അതിന് ഒരു കണ്ണുകൊണ്ട് ഏറ് കൊടുത്താൽ അടിമ സ്ത്രീയോട് പറയും, പോയിട്ട് 1-2 ദിർഹം എടുത്തു വന്നിട്ട് കുറച്ച് ഇറച്ചി വാങ്ങിയിട്ട് വാ. അന്ന് നോക്കിയിട്ട് ബക്കറ്റ് കൊടുത്തയക്കുമ്പോഴേക്കിന് അവിടെ അറവ് നടന്നിട്ടുണ്ടാവും. കാരണം കുട്ടിപ്പടയാ, ഇനി ലാസ്റ്റ് ഇറച്ചിയെങ്കിലും കിട്ടിക്കോട്ടെ ചെയ്തിട്ട് അർത്ഥമുണ്ടാവും. അല്ലാ, പേടിയാട്ടോ അങ്ങനത്തെ ആൾക്കാരെ. എമ്മാതിരി നോട്ടൊക്കെ നോക്കാം മനുഷ്യന്മാരെ കണ്ണിനുമാര് പേടിനെങ്കിൽ. എന്നാലും മനുഷ്യന്മാരിൽ മാത്രമല്ല ഇത് എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പഴയ കാലത്ത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ജീവികൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നിടത്തേക്കോ മറ്റോ ജീവികൾ നോക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ 1-2 ഇറച്ചി കഷ്ണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബക്കാരോട്, വീട്ടുകാരോട്, കുട്ടികളോട് പറയും, ഒരു കഷ്ണം കെട്ടുകൊടുത്തേക്ക് മോനെ, എന്നാ പിന്നെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകൂല, നീ ഭക്ഷണം കഴിച്ചോളൂ. അതിന് ഉപോത്ബലകമായ ഹദീസുകളും വന്നിട്ടുണ്ട്. കണ്ണേറ് എന്നുള്ളത് സത്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഐനു ഹഖ്ഖുൻ, സത്യമാണ്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം 10 മക്കളെ ഒരുമിച്ചാണ് മിസ്റിലേക്ക് പറഞ്ഞയക്കുന്നത്. മഹാനവർകൾ പറഞ്ഞയക്കുമ്പോൾ ഈ മക്കൾ 10 ആളും നല്ല ഭംഗിയുള്ളവരും, ശാരീരിക ഭംഗിയുള്ളവരും, നല്ല ആരോഗ്യമുള്ളവരും, ഒരേ ലെവലുള്ളവരാണ്, ഒരേ പൊക്കം, ഒരേ ലെവലില്ല. 10 ആളും ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഒരു മാർച്ച് എടുത്താണെങ്കിൽ ഒക്കെ ഒരേ മോഡല്, ഒരേ മുഖം, വട്ടമുഖം, ഒരേ ഉയരും. നമ്മൾ മാർച്ചെടുത്തുമ്പോൾ അങ്ങനെ ഒരു കണ്ണ് വരാത്ത, അങ്ങനെ ഒന്ന് പൊന്തിയിട്ട് ഒന്ന് താന്നിട്ട് ഒന്ന് അങ്ങനെ ആയിട്ടാണത്. അങ്ങനെയാണ് സുഖ, ഒക്കെ ഒരേ ലെവലിലാണ്. സംഗതി ആകെ പ്രശ്നമായിരുന്നു. വ്യത്യസ്ത നീളമാണല്ലോ, ഇതങ്ങനല്ല, ഇത് ഒരേ പൊക്കാണ്, നല്ല ഭംഗിയുള്ള മുഖം, എല്ലാവരും ഭംഗിയുണ്ട്. 10 ആളുകളും നല്ല ആരോഗ്യമുള്ളവരാണ്. അപ്പൊ ഇവര് പോകുമ്പോ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. സൂറത്ത് യൂസുഫിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, മക്കളെ ഒരു ഗേറ്റിലൂടെ എല്ലാവരും കടക്കരുത് കേട്ടോ. ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, ഒരു ഗേറ്റിലൂടെ എല്ലാവരും കടക്കരുത്. അപ്പൊ തന്നെ ആശയം മനസ്സിലായില്ലേ? ഒരു ഗേറ്റിലൂടെ കടക്കണ്ടെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഗേറ്റിലൂടെ കടണം. പിന്നെയും അത് ഊന്നി പറഞ്ഞു, വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത കവാടങ്ങളിലൂടെ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് കടക്കണം. കാരണം ഒരു ഗേറ്റിലൂടെ തന്നെ വന്നാൽ അപ്പുറത്ത് നോക്കണേ, ഇത് 10 വാപ്പാന മക്കളാണല്ലോ, അത് മതി. അപ്പൊ പറഞ്ഞാൾ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൾ ശരി തന്നെ പറഞ്ഞു. പക്ഷെ അയാൾ അങ്ങനല്ല പറയേണ്ടത്. അയാൾ പറയേണ്ടത് എന്താണ്? തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇവർക്ക് സൃഷ്ടിപ്പൊക്കെ കൊടുത്ത അല്ലാഹു തആല പരമോന്നതനും പരമാനുഗ്രഹിയുമായിരിക്കുന്നു എന്ന് അല്ലാഹു തആലാന്റെ ഖൽഖിനെ സ്തുതിച്ചു പറയാ വേണ്ടത്. ഇവരെ നോക്കിയിട്ട് എന്തിനാണ് ഇടങ്ങേറുണ്ടാക്കുന്നത്? അപ്പൊ അങ്ങനെ പറയും കണ്ടു നിൽക്കുന്ന ആള്. ഒരു പക്ഷേ ചോദിച്ചേക്കും നിങ്ങളോട്, നിങ്ങളൊക്കെ ഒരു വാപ്പാന മക്കളാ. അപ്പൊ ചോദ്യം നല്ല ചോദ്യമല്ല ചോദിച്ച്, പക്ഷേ ചോദ്യത്തിന്റെ ലക്ഷ്യം എന്താ? ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ട് ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്ത ബാബുകളിലൂടെ, ലിഅല്ലാ യുസാബു ബിൽ ഐനി, കണ്ണേർ പറ്റാതിരിക്കാൻ വേണ്ടി.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ മക്കളെ പേരക്കുട്ടികളെ കിട്ടിയാലും യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ മന്ത്രിക്കുമായിരുന്നു. ചെറിയ മക്കളെ മടിയിലിരുത്തുന്ന ബാപ്പമാര് ഉമ്മമാര് എപ്പോഴും മന്ത്രിക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ആ മക്കളെ വിളിച്ചിട്ട് തങ്ങൾ മടിയിലിരുത്തും. ഒരു മടിയിൽ ഒരാളെയും മറ്റേ മടിയിൽ മറ്റൊരാളെയും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമേ എന്നിട്ട് തങ്ങൾ പറയും അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അല്ലാഹുവിന്റെ പരിശുദ്ധാത്മാക്കളോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ കുല്ലി ശൈത്വാൻ, എല്ലാ പിശാചിന്റെ ശല്യത്തിൽ നിന്നും. വഹാമ്മ, എല്ലാ ഇഴജന്തുക്കളുടെ ശല്യത്തിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ കുരുത്തം കെട്ട കണ്ണുകളിൽ നിന്നും. ആക്ഷേപാർഹമായ ആക്ഷേപം മൂത്ത കുരുത്തം കെട്ട കണ്ണുകൾ, ആ കണ്ണുകളിൽ നിന്നും കാവൽ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ കലിമാത്തിനോട് കാവൽ ചോദിക്കുന്നു. കലിമാത്തുല്ലാഹി എന്നതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വെച്ച അർത്ഥം അങ്ങനെയാണല്ലോ, അൽ അർവാഹുൽ മുഖദ്ദസ അൽ ആലിയത്തു ത്വാഹിറ, അള്ളാഹുവിന്റെ പരിശുദ്ധാത്മാകൾ, അംബിയാഇന്റെയും അസ്ഫിയാഇന്റെയും അതുപോലെയുള്ള മഹത്തുക്കളുടെയും അർവാഹുകൾ, അവരോടുള്ള ഒരു ഇസ്തിഗാസയാണത്, സഹായാർത്ഥനയാണ്, വലിയൊരു കാവലാണ്. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ മാത്രല്ലട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഹാക്കദാ കാന യുഅബ്ബിദു ഇബ്രാഹിം, ഇപ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം മന്ത്രിച്ചിരുന്നു. ഇസ്മാഈല വ ഇസ്ഹാഖ അലൈഹിമുസ്സലാം, ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിച്ച് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. ആ മക്കളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മന്ത്രിച്ചിരുന്നു. മന്ത്രം എല്ലാവരും കാണാതെ പഠിക്കും. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കുട്ടികളൊക്കെ മടിയുത്തി താലോലിക്കുമ്പോൾ എന്നും ബാപ്പമാര് ഉമ്മമാര് അവർക്ക് മന്ത്രിച്ചു കൊടുക്കും. വലിയ ഫലമുള്ള മന്ത്രമാണ്. ഈ മന്ത്രമായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുമാ ഈ ചൊല്ലിയ മന്ത്രമാണ്. കതബഹാ ഫീ സൊക്കിൻ, ഒരു ഉറുക്കിലായിട്ട് എഴുതിയിട്ട് സുമ്മ അല്ലഖഹാ ഫീ ഉനുഖി വലദിഹി, മക്കളെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു. അതിനാണ് ഉറുക്ക് കെട്ടുക, എലസ് കെട്ടുക എന്ന് പറഞ്ഞത്. അത് ഹദീസിലുണ്ട്. അത് ഉറുക്കേതി കെട്ടിയിരുന്നു. ആർക്ക്? പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ. എത്തിയവർക്ക് ഈ ദിക്ർ